ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്കയിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതാണ്. അമേരിക്കയിലെ വാഷിംഗ്ടൺ ആസ്ഥാനമായിട്ടുള്ള പ്രശസ്ത ആഗോള തിങ്ക് ടാങ്ക് പ്യൂ റിസർച്ച് സെന്ററിന്റെ സമീപകാല പഠനമനുസരിച്ച് ഹിന്ദുക്കൾ അമേരിക്കക്കാരുടെ ജോലികൾ തട്ടിയെടുക്കുന്നു എന്ന അവകാശവാദങ്ങൾക്കിടയിൽ അമേരിക്കയിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ അവിടെ ഏറ്റവും വിദ്യാസമ്പന്നരായ മതസമൂഹമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലുമുണ്ട്. പരമ്പരാഗതമായി ഏറ്റവും വിദ്യാസമ്പന്നരായി കണക്കാക്കപ്പെടുന്ന ജൂത സമൂഹത്തെ പോലും അമേരിക്കയിലെ ഹിന്ദുക്കൾ മറികടക്കുന്നുണ്ടെന്ന് ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് നിലവിൽ വിലയിരുത്തുന്നു. റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നു, ആഗോള തിങ്ക് ടാങ്ക് പ്യൂ റിസർച്ച് സെന്ററിന്റെ ഈ റിപ്പോർട്ട് ഹിന്ദുക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസ നേട്ടം മാത്രമല്ല, അമേരിക്കയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ അവരുടെ പ്രധാന പങ്കിനെ എടുത്തു കാണിക്കുന്നു. പ്യൂ റിസർച്ച് സെന്ററിന്റെ മതപരമായ ലാൻഡ്സ്കേപ്പ് പഠനത്തിൽ നിന്നുള്ള ഡാറ്റ അമേരിക്കൻ സമൂഹത്തിന്റെ ഒരു പുതിയ ചിത്രം തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഹിന്ദു സമൂഹം വളരെ മുന്നിലാണ്. അമേരിക്കയിൽ താമസിക്കുന്ന ഓരോ 10 ഹിന്ദുക്കളിൽ 7 പേർക്കും, അതായത് ഹിന്ദുക്കളിൽ 70% ബാച്ചിലേഴ്സ് ബിരുദമോ അതിൽ കൂടുതലോ ഉണ്ട്. ഈ റിപ്പോർട്ട് വെളിച്ചത്ത് കൊണ്ടുവന്ന മറ്റൊരു രസകരമായ കാര്യം, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള ജൂത സമൂഹത്തിലെ 65% പേർക്കും ബിരുദമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയിലെ മുഴുവൻ ജനങ്ങളുടെയും ശരാശരിയുമായി ഹിന്ദുക്കളെ താരതമ്യം ചെയ്താൽ അവരുടെ വിജയം ഇതിലും വലുതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അമേരിക്കയിലെ മുതിർന്നവരിൽ 35% പേർക്ക് മാത്രമേ കോളേജ് തല ബിരുദമുള്ളൂ. അതേസമയം ഹിന്ദുക്കളുടെ എണ്ണം 70%. ഇതിനർത്ഥം അമേരിക്കയിൽ താമസിക്കുന്ന ഹിന്ദുക്കളുടെ വിദ്യാഭ്യാസ നേട്ടം ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് എന്നുള്ളതാണ്. പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ വിശകലനം അനുസരിച്ച് അമേരിക്കയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ മതസമൂഹമായി ഹിന്ദുക്കൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ജൂത സമൂഹം 2ാമതായി പിന്തള്ളപ്പെട്ടു. അമേരിക്കയിലെ എല്ലാ പ്രധാന മതവിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസ നിലയാണ് പഠനം വിലയിരുത്തുന്നത്. 2023-24 മത ലാൻഡ്സ്കേപ്പ് പഠനത്തിന്റെ ഈ ഫലങ്ങൾ അമേരിക്കയിലെ മതത്തെയും പൊതുജീവിതത്തെയും കുറിച്ച് ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും സമഗ്രവുമായ സർവേകളിൽ ഒന്നാണെന്ന് പ്യൂ റിസർച്ച് സെന്റർ പറഞ്ഞു. അമേരിക്കൻ സമൂഹത്തിലെ വിവിധ സമൂഹങ്ങളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും അവരുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളുമാണ് ഈ ഡാറ്റ ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് പ്യൂ റിസർച്ച് സെന്റർ പറയുന്നത്. ശരാശരിയേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള മറ്റു മതവിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ, ബുദ്ധവിഭാഗക്കാർ, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ എന്നിവരും ഉൾപ്പെടുന്നു. റിപ്പോർട്ട് ഇങ്ങനെയാണ് കണ്ടെത്തുന്നത്. 3 സമൂഹങ്ങളും ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസ അവബോധമാണ് പ്രകടിപ്പിക്കുന്നത്. മുതിർന്നവരിൽ 10ൽ 4ൽ കൂടുതൽ പേർക്ക് കുറഞ്ഞത് ഒരു ബാച്ചിലേഴ്സ് ബിരുദമെങ്കിലും ഉണ്ട് ഈ മതസമൂഹത്തിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ജമനാളം.